ഞാൻ ഇതിനെ വേറൊരു രീതിയിലാണ് കാണുന്നത്. ഇപ്പോൾ അമ്പലപ്പുഴ, അതുപോലെ തന്നെ മലമ്പുഴ, ഒറ്റപ്പാലം, അതുപോലെ തളിപ്പറമ്പ്, കൊട്ടാരക്കര, അതുപോലെ പയ്യന്നൂർ, ഈ മണ്ഡലങ്ങളിലൊക്കെ തന്നെ 2 ഫാക്ടർ വെച്ചിട്ടായിരിക്കുമല്ലോ UDF ഇവരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കിയത് അല്ലെങ്കിൽ പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയത്. ഒന്ന്, ഈ പാർട്ടി കോട്ടകളിൽ വലിയ വിള്ളലുണ്ടാക്കുക എന്ന ലക്ഷ്യം, ഇതൊരു പൊളിറ്റിക്കൽ മെസ്സേജാക്കി മാറ്റുക. ഇതിനൊപ്പം തന്നെ ഈ മത്സരിക്കുന്നവർക്ക് അവിടെ വിജയിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. മലമ്പുഴയിലൊഴികെ ബാക്കി എല്ലായിടത്തും അങ്ങനെ ഒരു കോൺഫിഡൻസുമായിട്ടാണ് ഈ സ്ഥാനാർത്ഥികൾ വരുന്നതെന്നാണ്. അമ്പലപ്പുഴയിൽ ഒരു പക്ഷേ അത് അമിതമായി തന്നെ ജി സുധാകരനുണ്ട് എന്നാണ്. പക്ഷേ ഇവിടെയൊക്കെ തന്നെ ഇപ്പോൾ പയ്യന്നൂരിലായാലും അതുപോലെ തന്നെ തളിപ്പറമ്പിലായാലും അവിടുത്തെ ഇഷ്യൂ വളരെ പ്രധാനപ്പെട്ട തന്നെ ആകുമ്പോഴും അവിടെ ഒരു ഭീഷണി പാർട്ടിക്കുള്ളിൽ വരികയും അത് കൃത്യമായി പാർട്ടി CPIM അത് ഗൗരവമായി എടുക്കുകയും അവിടെ അതിനെ പരാജയപ്പെടുത്താനുള്ളൊരു വലിയ പാർട്ടി മെഷീനറി വർക്ക് നടന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്പലപ്പുഴയിലൊഴികെ മറ്റിടങ്ങളിലൊന്നും വലിയ ഭീഷണി ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്നതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അതേസമയം അമ്പലപ്പുഴയിൽ ടെൻഷനുണ്ട്, CPIM-ന് ടെൻഷനുണ്ട്. പക്ഷേ എങ്കിൽ പോലും അത് മാനേജ് ചെയ്യും എന്നുള്ളതാണ് CPM കേന്ദ്രങ്ങൾ ഇപ്പോഴും പറയുന്നത്.